കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകൾ എത്ര? ഉത്തരം 152. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾ എത്ര? ഉത്തരം 941. കേരളത്തിൽ എത്ര താലൂക്കുകൾ ഉണ്ട്? ഉത്തരം 75. കേരളത്തിൽ എത്ര നഗരസഭകൾ ഉണ്ട്? ഉത്തരം 87. കേരളത്തിൽ എത്ര കോർപ്പറേഷനുകൾ ഉണ്ട്? ഉത്തരം 6. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ എത്ര? ഉത്തരം 140. കേരളത്തിലെ നിയമസഭാ അംഗങ്ങൾ എത്ര? ഉത്തരം 141. കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം? ഉത്തരം 20. കേരളത്തിലെ രാജ്യസഭാ സീറ്റുകൾ എത്ര? ഉത്തരം 9. കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം? ഉത്തരം 44. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏവ? ഉത്തരം കബനി, ഭവാനി, പാമ്പാർ. കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്ര? ഉത്തരം 34. രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല? ഉത്തരം വയനാട്. ഏറ്റവും കൂടുതൽ പുഴകൾ ഉള്ള കേരളത്തിലെ ജില്ല ഏത്? ഉത്തരം കാസർഗോഡ്. എൻഡോസൾഫാൻ പ്രയോഗം ഏത് ജില്ലയിലെ ജനങ്ങളെയാണ് ദുരിതത്തിൽ ആക്കിയത്? ഉത്തരം കാസർഗോഡ്. പമ്പ, മണിമല എന്നീ നദികൾ ഏത് കായലിലാണ് ചേരുന്നത്? ഉത്തരം വേമ്പനാട്ടുകായൽ. കേരളത്തിൽ വനപ്രദേശം കൂടുതലുള്ള ജില്ല ഏത്? ഉത്തരം ഇടുക്കി. വനപ്രദേശം കുറവുള്ള ജില്ല ഏത്? ഉത്തരം ആലപ്പുഴ. കേരളത്തിലെ ഏക കാന്റോൺമെന്റ്? ഉത്തരം കണ്ണൂർ. കേരളത്തിലെ ആദ്യ ഗവർണർ? ഉത്തരം ബി രാമകൃഷ്ണ റാവു. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക്? ഉത്തരം ഏറനാട്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? ഉത്തരം വേമ്പനാട്ടുകായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ഉത്തരം ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം? ഉത്തരം പൂക്കോട് തടാകം. കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക്? ഉത്തരം കുന്നത്തൂർ. കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ല ഏത്? ഉത്തരം കാസർഗോഡ്.
കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏത്? ഉത്തരം കണ്ണൂർ. കുറവ് കടൽ തീരമുള്ള ജില്ല ഏത്? ഉത്തരം കൊല്ലം. കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം ഏത്? ഉത്തരം ഇളനീർ. ആദ്യ വനിതാ ഗവർണർ ആര്? ഉത്തരം ജ്യോതി വെങ്കിടാചലം. 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? ഉത്തരം 5. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉത്തരം പെരിയാർ. ഏറ്റവും നീളം കുറഞ്ഞ നദി ഏത്? ഉത്തരം മഞ്ചേശ്വരം. ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള കേരളത്തിലെ ജില്ല ഏത്? ഉത്തരം പത്തനംതിട്ട. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സംരക്ഷണ കേന്ദ്രം? ഉത്തരം തേക്കടി. പേരാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ നദി ഏത്? ഉത്തരം ഭാരതപ്പുഴ. നിത്യഹരിത നഗരം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച കേരളീയ നഗരം ഏത്? ഉത്തരം തിരുവനന്തപുരം. നെഹ്റു ട്രോഫി വള്ളംകളിയിൽ തുടർച്ചയായി 5 തവണ ട്രോഫി നേടുന്ന ആദ്യ ക്ലബ്ബ് എന്ന റെക്കോർഡ് നേടിയ ബോട്ട് ക്ലബ്ബ് ഏത്? ഉത്തരം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. കേരളത്തിലെ ഏത് നദിയിലെ അണക്കെട്ടുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്? ഉത്തരം പെരിയാർ. വളരണം വാനോളം എന്നത് കേരളത്തിലെ ഏത് സ്ഥാപനത്തിന്റെ ആപ്തവാക്യമാണ്? ഉത്തരം KSFE. 2024 ഏത് ജീവികളുടെ സംരക്ഷണത്തിനുള്ള വർഷമായാണ് ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഒട്ടകം. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം? ഉത്തരം 2013. കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് സ്ഥാപിച്ചത് എവിടെ? ഉത്തരം തിരുവനന്തപുരത്തെ പാളയത്ത്. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ ചില്ലുപാലം എവിടെയാണ്? ഉത്തരം വാഗമൺ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.